നമസ്കാരം. നമ്മളൊരു സർപ്രൈസ് തരാൻ വേണ്ടി പോവുകയാണ്. നമ്മളൊരു കമ്പനിയിൽ എങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല, ഒരു കമ്പനിയിലേക്ക് കയറി അവിടെയുള്ള പ്രോഡക്റ്റ് ഒന്ന് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതെന്താ കാണിക്കണേ? അല്ല അല്ല, ഇത് നിങ്ങളുടെയാണോ ഈ കട്ട? അല്ലേ, നമ്മുടെ കമ്പനിയല്ലേ, ഹെബ്രോൺ ബ്രിക്സ് അല്ലേ? നമ്മുടെ കമ്പനിയല്ലേ. അല്ല, എനിക്ക് കുറച്ച് കട്ടകളൊക്കെ വേണ്ടിയിരുന്നു. നിങ്ങൾ എന്തോരം വേണം തരാലോ. അല്ല, പക്ഷേ ഇതിന് സ്ട്രെങ്ത് ഉണ്ടോന്ന് അറിയണ്ടേ? ഈ മണ്ണ് കണ്ടില്ലേ, നിങ്ങളെ താഴ്ത്തിക്കിട്ടെ. അതെ, പറഞ്ഞു കേട്ടിടത്തോളം ഈ മണ്ണ് പിന്നെ കംപ്രസ് ചെയ്തുണ്ടാക്കുന്ന കട്ടയാണെന്ന് പറയുന്നു. അതിന് സ്ട്രെങ്ത് ഉണ്ടോ? വെറുതെ അങ്ങനെ കംപ്രസ് ഉണ്ടാക്കിയല്ല, അതിന്റെ മെത്തേഡ് ഉണ്ട്. ആണോ? ഇതിന്റെ ഈ ലാറ്ററേറ്റിന്റെ പൗഡറാണ് ഇത് ഉപയോഗിക്കുന്നത്. അത് റേഷ്യോ വെച്ച് സിമെന്റ് വെള്ളം ഇതെല്ലാം കൂടി മിക്സറിനകത്ത് മിക്സ് ചെയ്ത് അതിനകത്ത് ശേഷമാണ് ഒരു കംപ്രസറിലേക്ക് ഇടുന്നത്. അതിനകത്ത് പ്രഷർ കൊടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഏകദേശം എത്ര പ്രഷർ? ഇത് 30 ടൺ താഴെ നിന്ന് 30 ടൺ മേലെ, 60 ടൺ പ്രഷറാണ് കൊടുക്കുന്നത്. അപ്പൊ ഇത് 55 സെന്റിമീറ്റർ ഉള്ള ഒരു ഹോളിലേക്കാണ് ഇത് ഈ മണ്ണ് പോയി വീഴുന്നത്. അത് 30 സെന്റിമീറ്റർ ആയിട്ട് ചുരുങ്ങുവാണ്. അപ്പൊ 55 സെന്റിമീറ്റർ ഉള്ള സാധനം 30 സെന്റിമീറ്റർ ചുരുങ്ങുമ്പോഴത്തേക്കും ഒട്ടും ഹോൾ ഇല്ലാതെ ആണ് ഈ സാധനം പുറത്തേക്ക് വരുന്നത്. ഇതൊക്കെ നിർമ്മിക്കുന്നത് ഇവിടെ തന്നെയാണോ? അതിനുള്ള മിഷൻസ് ഒക്കെ ഇപ്പോഴത്തെ ഈ മഡ് ബ്രിക്ക് ഉണ്ടാക്കുന്ന ടെക്നോളജിയിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ടെക്നോളജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ഒരു ദിവസം തന്നെ നമുക്ക് ഏകദേശം ഒരു ഷിഫ്റ്റിൽ തന്നെ 3500ഓളം കട്ട ഉണ്ടാക്കാനുള്ള സംവിധാനമാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത തന്നെ ഇവിടെ എല്ലാം തന്നെ ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ ഫീഡ് ചെയ്ത് കൊടുത്താൽ മാത്രം, ആദ്യമേ തന്നെ നമ്മളതിന്റെ കൂട്ടിട്ട് കൊടുത്താൽ മെറ്റീരിയൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ബാക്കി എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട പുറത്തേക്ക് വരുന്നത്. സാറേ, എനിക്ക് ഇതിന്റെ ഒരു മെഷീൻ പ്രവർത്തനം ഇൻഡസ്ട്രി മുക്കം, അത് മിഷനറി തന്ന കമ്പനിയുടെ പേരാണ്. മിഷനറി അവരാണ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന അവരാണ്. ഓക്കെ ഓക്കെ. ഫീഡറിൽ പോയി വീഴുന്നു. അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ആ ഫീഡറിൽ നിന്നാണ് നമ്മുടെ ഈ മിഷൻ കട്ട ഉണ്ടാക്കുന്ന ഒരു ഇതിലേക്ക് വന്ന് വീഴുന്നത്. ഒരു ഹോളുണ്ട്, ഈ 2 ഹോളിലേക്ക് വന്ന് വീഴുന്നത്. ഇത് അത് ആ വീണ് കഴിയുമ്പോഴത്തേക്കും അത് ഇതിനൊക്കെ സംവിധാനങ്ങൾ സ്വിച്ച് അങ്ങനത്തെ ഓൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ വന്ന് താഴ്ത്തുനിന്ന് മേളിൽ നിന്ന് പ്രസ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ടാണ് കട്ട നേരെ പൊങ്ങി വരും. അത് നേരെ എടുത്ത് വയ്ക്കുന്നു. ഇത് മിനിമം 5 ദിവസം മുതൽ 7 ദിവസം വരെ നനച്ചു കൊടുക്കണം. 3 നേരം നനച്ചു കൊടുക്കുക. പിന്നെ ഒരു 10-12 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് പക്ക സ്ട്രെങ്ത് ആവും. താഴത്തേക്ക് ഇട്ടില്ലേ, ചെങ്കൽ എടുത്തിട്ട് നോക്കിയാൽ ആ പൊട്ടി പൊളിഞ്ഞു പോകും. അതുപോലെ കോൺക്രീറ്റ് ബ്ലോക്ക് ആണെങ്കിലും പൊട്ടി പൊളിഞ്ഞു പോകും. അത്രേ ഉള്ളൂ തന്നെ. ഇതിപ്പോ നിങ്ങൾ താഴത്തിട്ട് കണ്ടാണല്ലോ. അതെ, ആ സാധനം നമുക്ക് 10 ദിവസം ശേഷമുള്ളതാണത്. അപ്പൊ 10 ദിവസം കഴിയുമ്പോൾ സാധനം നമുക്ക് അതുപോലെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഇപ്പൊ ലോറിക്കകത്ത് ടിപ്പ് ചെയ്യാനാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഗ്യാരണ്ടിയാണ്, ഒരു കട്ട പോലും പൊട്ടില്ല. ഞാൻ ചോദിക്കട്ടെ സാറേ, ഒരു ഇതുപോലുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പിന്നെ പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കണമെങ്കിൽ ഇതിനെക്കുറിച്ച് ആഴമായ അറിവ് എന്തായാലും ഒരു പരിധിയോളം ഉണ്ടാവും, അല്ലെങ്കിൽ പഠിച്ചെടുക്കണം. അത് സാറിന് എന്തുകൊണ്ടാണ് ഈ ഒരു സെക്ഷനിൽ? അത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 33 വർഷമായിട്ട് ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ്. ഞാൻ സിവിൽ IT കഴിഞ്ഞിട്ട് ഞാൻ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്ത് അതിനുശേഷം 30 വർഷം 34 വർഷമാണ് സ്വന്തമായിട്ടൊരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫേമിൻ്റെ ഒരു പെർഫെക്റ്റ് ബിൽഡേഴ്സാണ്. പുതിയകാവിലാണ് എൻ്റെ ഓഫീസ്. അപ്പോൾ വൈക്കത്തും എൻ്റെ ഒരു ബ്രാഞ്ച് ഓഫീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഫീൽഡിലായിട്ട് ബന്ധപ്പെട്ടുള്ള ആയതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു 2 വർഷമായിട്ട് എനിക്ക് അറിയാൻ കൃത്യമായിട്ട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇതൊരു സൈറ്റിൽ ഇത് ഉപയോഗിക്കാനായിട്ട് എൻ്റെ ഓണർ ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ ഇത് അന്വേഷിച്ച് ചെന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ സ്കേഴ്സിറ്റി, ഇതിൻ്റെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കി. ഈ സാധനം ഉദ്ദേശിച്ചത്ര എളുപ്പത്തിൽ കിട്ടുന്നില്ല. പ്രൊഡക്ഷൻ കുറവാണ്, പല യൂണിറ്റുകളിലും പ്രൊഡക്ഷൻ കുറവാണ്. 800, 1000, 1200 കട്ടയൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും നമുക്ക് മനസ്സിലായി ഇതിൻ്റെ അത്യാവശ്യം ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണ് എൻ്റെ ഒരു കസ്റ്റഡി ഉണ്ട്, ജോജി. ജോജി, എടാ ജോജി, പറ. ഇത് എൻ്റെ അപ്പച്ചൻ്റെ പെങ്ങളുടെ മോനാണ്.
ജോജി അല്ലേ? അതെ, ഇവൻ വിദേശത്തായിരുന്നു, 14 വർഷം ദുബായിലായിരുന്നു. ഇവനും അവിടെ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട് തന്നെ ജോലി ഈ ഫീൽഡ് തന്നെയാണ്. ഈ ഫീൽഡ് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇവൻ ഇവിടെ റിയൽ എസ്റ്റേറ്റും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനൊരു ആഗ്രഹം വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവരോട് പറയണം നമുക്ക് ഇങ്ങനെ കമ്പനി തുടങ്ങാം, എന്നെ കൊണ്ടൊറ്റയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ ഇവനെ ചേരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവരോട് ചേർന്നുകൊണ്ടാണ് ഈ പ്രസ്ഥാനം തുടങ്ങിയത്. എന്തായാലും ഇത് ഒരു നമ്മുടെ ഈ നാടിനെ സംബന്ധിച്ച് ഇതൊരു വലിയ ഉപകാരമാണെന്ന് തന്നെ പറയാം. 35 രൂപയ്ക്ക് ഒരു ബിൽഡിംഗ് നിർമ്മിക്കാൻ നമ്മൾക്കൊക്കെ ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹം എന്ന് പറയുന്നത് ഒരു സ്വപ്ന ഭവനമാണ്. അത് ബിൽഡിംഗ് നമ്മൾ പിന്നെ ബിസിനസ് ചെയ്യുന്ന ബിൽഡിംഗ് ആയിക്കോട്ടെ, അതുപോലെ വീടുകളായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ബിൽഡിങ്ങും അതൊരു സ്വപ്നതുല്യമായ രീതിയിൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് പണി പൂർത്തിയാക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ഒരു അച്ചീവ്മെന്റ് ആണ്. നമുക്ക് ആ സ്വപ്ന ഭവനം അതിന്റെ പൂർണ്ണതയോടുകൂടി വളരെ വില കുറഞ്ഞ രീതിയിൽ കിട്ടുക എന്നുള്ളത് കട്ട കെട്ടി. ഈ ഭവനങ്ങൾ എപ്പോഴും അത് ഈട് നിൽക്കുക എന്നുള്ളത് അതിൻ്റെ പ്രോപ്പർട്ടി, അതിൻ്റെ ഏതൊക്കെ സാമഗ്രികൾ ഉപയോഗിക്കുന്നു എന്നതനുസരിച്ചാണ് അത് എത്ര കാലം ഈട് നിൽക്കുക എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പം ഈ 35 രൂപയ്ക്ക് ഹൈ പ്രഷറോട് കൂടിയിട്ട് വീടിൻ്റെ വാളുകൾ അത്രയ്ക്കും ശക്തമായ രീതിയിൽ തന്നെ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ബ്രിക്സ്, ഇവിടെ ഉണ്ടാക്കുന്ന ഈ ബ്രിക്സ് എന്നുള്ളത്. അത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ ആ ബിൽഡിങ്ങിന് വർഷങ്ങളുടെ ഈട് നിൽപ്പ് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മൾ മുടക്കിയ പൈസ ഒരു ലാഭകരമായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. സാറേ, ഇതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്? അത് ഈ സാധാരണ ജനങ്ങൾക്ക് ഇത് ആഗ്രഹം ഉണ്ടാവും, ഇതിനെക്കുറിച്ച് എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. എന്താണ് ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയാം? ക്വാളിറ്റിയെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ സാധാരണ ചെങ്കലിനകത്ത് ഒരു പ്രഷർ കൊടുക്കുകയാണെങ്കിൽ, ഒരു ലോഡിന്റെ പ്രഷർ കൊടുക്കുകയാണെങ്കിൽ 13 ടൺ വരെ ലോഡ് കൊടുത്താൽ ഇത് പൊടിഞ്ഞു പോകും. ഒരു കോൺക്രീറ്റ് ബ്ലോക്ക് ആണ് സാധാരണ ഇതിൽ 16-17 ടൺ കൊടുത്തു കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും. ഈ ലാറ്റേറ്റ് ഈ എംബ്രിക്കിന്റെ അകത്ത്, മഡ്ബ്രിക്കിന്റെ അകത്ത് നമ്മൾ 25 ടൺ മുതൽ 30 ടൺ വരെ വെയിറ്റ് കൊടുത്താലും ഇത് പൊടിയുന്നതായിട്ട് കാണുന്നില്ല. അതിന്റെ സ്ട്രെങ്ത്. കൂടാതെ തന്നെ ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കും മെറ്റീരിയൽസിന്റെ ലാഭം നമുക്ക് 20% മുതൽ 30% വരെ നമുക്ക് മെറ്റീരിയൽസ് ലാഭമുണ്ട്. കാരണം ഇത് ഫിനിഷിംഗ് ഉള്ളതുകൊണ്ട്, പക്ക ഫിനിഷിംഗ് ആയ മെറ്റീരിയൽ ആയതുകൊണ്ട് തേക്കാനൊക്കെ സിമെന്റ് വളരെ കുറച്ച് മതി, എളുപ്പത്തിൽ പണി നടക്കുന്നു. ഇപ്പൊ ഞാനാണെങ്കിൽ തന്നെ ഒരു 5-6 ബിൽഡിങ്സ് ഇതോടൊപ്പം തന്നെ ഇപ്പോൾ വെക്കുന്നുണ്ട്, പണിത് പോകുന്നുണ്ട്. എല്ലാം ഈ കട്ട ഉപയോഗിക്കും. ഒരു 4000 സ്ക്വയർ ഫീറ്റിൽ അടുത്തുള്ള ബിൽഡിംഗ് ഇപ്പോൾ ഞാൻ തൃപ്പൂണിത്തുറയ്ക്ക് അടുത്ത് പുതിയകാവിൽ ഞാൻ പണി പൂർത്തിയാക്കി. ഇപ്പൊ അടുത്ത മാസം 5-ാം തീയതിക്ക് ശേഷം എൻ്റെ ഹൗസ് വാമിംഗ് ആണ്. അവരാണ് ശരിക്കും എനിക്കിത് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ തന്നത് തന്നെ അവരാണ്. കാരണം അവർക്ക് ഈ പ്രൊഡക്റ്റ് വെച്ച് പണിയണമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി അന്വേഷിച്ചാണ് ഇതിങ്ങനെ ഒരു കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇത് അത്രമാത്രം ലാഭം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇപ്പം മാർക്കറ്റ് ഉള്ളതിനകത്ത് ഇനി ഇതിനപ്പുറത്തേക്ക് ഇപ്പോൾ വേറെ ഒന്നും ചിന്തിക്കാനില്ല. കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് അറിവുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. കാരണം ഞാൻ ഈ ഫീൽഡുമായി ബന്ധപ്പെട്ട് 10-30-33 വർഷം എക്സ്പീരിയൻസ് ഉള്ളതിൻ്റെ പേരിൽ ഞാൻ പറയുന്നത്. ഇനി ഇതാരും ഈ പ്രോഡക്റ്റ് ഒരു ആശങ്കയും വേണ്ട, ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുമെന്നാണ്, ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കുക. നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ്. അപ്പോൾ കേട്ടല്ലോ, ഒരാശങ്കയും ഇല്ലാതെ നമ്മളുടെ ഭവനം സ്വപ്ന തുല്യമാക്കി ഈടിൽ നിലനിർത്താൻ മറ്റെവിടെയും പോകണ്ട. ഈ ഹെബ്രോൺ എംബ്രിക്സ് ഇവിടെ നമുക്ക് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. അതിൽ നിന്ന് കിട്ടുന്ന ഈ കട്ട, ഈ ബ്രിക്സ്, അത് വെറും 35 രൂപയ്ക്കാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുക. മറ്റുള്ള ബ്രിക്സിനെ കഴിഞ്ഞും കൂടുതൽ ഈട് നിൽക്കുന്നതും ക്വാളിറ്റി ഉൽപ്പന്നവും ആയതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം നമുക്ക് ഈ ബ്രിക്സിനെ സമീപിക്കാം, ഹെബ്രോൺ എംബ്രിക്സിനെ സമീപിക്കാം. സാർ പറഞ്ഞോളൂ. അതുകൂടാതെ നമ്മളുടെ പ്രൊഡക്റ്റിന്റെ മാത്രമായിട്ട് നമുക്കൊരു എല്ലാ കട്ടയ്ക്കകത്തും നമ്മുടെ എംബ്ലം വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കമ്പനിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, ഹെബ്രോൺ. കാരണം ഈ പ്രൊഡക്റ്റ് നമ്മളുടെ മാത്രമാണ് എന്ന് അറിയിക്കാൻ വേണ്ടി വേറെ ധാരാളം കട്ടകളുണ്ട്, മാർക്കറ്റ് കട്ടകളുണ്ട്, ക്വാളിറ്റി ഉള്ളതും ഒക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും പറഞ്ഞു. നമ്മുടെ മാത്രമാണ് ക്വാളിറ്റി എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ നമ്മുടെ കട്ട തിരിച്ചറിയപ്പെടാൻ വേണ്ടി മാത്രം നമ്മൾ ഓരോ കട്ടയ്ക്കകത്തും നമ്മുടെ സീൽ വെച്ചിട്ടാണ്, ഹെബ്രോൺ എന്നുള്ള സീൽ വെച്ചിട്ടാണ് നമ്മൾ ഓരോ കട്ടയും നമ്മൾ ഉണ്ടാക്കുന്നത്. കേട്ടല്ലോ, ഇതുപോലെ ചിലപ്പോൾ വ്യാജമായിട്ട് പല കട്ടകളും വന്നേക്കാം. പക്ഷേ ഹെബ്രോൺ നൽകുന്ന ഈടും ഹെബ്രോൺ നൽകുന്ന ക്വാളിറ്റിയും മറ്റെവിടെയും കിട്ടിയെന്ന് വരില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ഹെബ്രോണിലേക്ക് വരിക. ഹെബ്രോണിന്റെ ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ ഭവനങ്ങളെ കരുത്തുറ്റതാക്കും. ഹിന്ദി പണിക്കാരാണ് താമസിക്കുന്നത്. ഇവിടെ ഇതുപോലെ പല യൂണിറ്റുകളുണ്ട്, പല സ്ഥാപനങ്ങളും, മറ്റു പല സ്ഥാപനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഹിന്ദിക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എവിടെയെങ്കിലും കിടന്നാൽ മതി, അവർക്കുള്ള സൗകര്യങ്ങളും ടോയ്ലറ്റുകളൊക്കെ അത്രയൊക്കെ മതി എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ ഉള്ളത്. ഞങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും, ജോജി ഞാൻ എടുത്ത തീരുമാനമാണ്, പണിക്കാരാണെങ്കിലും അവർക്ക് നന്നായിട്ട് കിടന്ന് ഉറങ്ങണം, എല്ലാ സൗകര്യങ്ങളും അവർക്ക് വേണം. നമ്മളെ പോലെ തന്നെ മനുഷ്യരാണ് അവരും, അവർക്ക് എല്ലാ സൗകര്യങ്ങളും വേണം എന്നുള്ള നിർബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഗൾഫിലൊക്കെ തന്നെ ഉള്ള രീതിയിലുള്ള നല്ല സൗകര്യങ്ങൾ, ഫാനും എല്ലാ സാധനവും ഉണ്ട്. എല്ലാവർക്കും നല്ല കട്ടില്, എല്ലാ സൗകര്യം, നല്ല ഫ്ലോറൊക്കെ
ടൈൽസ് ഒക്കെ ഇട്ട് നല്ല നല്ല ഫ്ലോറുകൾ, അതെ അതെ എല്ലാ ഫാൻ സൗകര്യങ്ങൾ. ഇനിയിപ്പോൾ അധികം 2 AC കൂടി വെക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ അതേ വേഗം 2 AC കൂടി അത് വായിച്ചു നോക്കിയുള്ളൂ. അതുപോലെ കിച്ചൺ ആണെങ്കിലും നല്ല രീതിയിലുള്ള കിച്ചണാണ്. പല സ്ഥലങ്ങളിലും കിച്ചണൊക്കെ വളരെ മോശം അവസ്ഥയിലേക്ക്, നല്ല കിച്ചൺ സ്റ്റോർ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് പാത്രം കഴിയാനുള്ള സൗകര്യമാണ്. അത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ടോയ്ലറ്റ് സൗകര്യങ്ങളാണെങ്കിലും യൂറിനല്, ഷവർ, വാഷ് ബേസിൻ എല്ലാം ഉണ്ട്. അതെല്ലാ ബാത്റൂമിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതേപോലെ തന്നെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ആവാൻ നോക്കാം, അവർക്കറിയാം. കൃത്യമായിട്ട് ആവാൻ നോക്കുക, എല്ലാം നല്ല നീറ്റാക്കി ഇട്ടേക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്ത് നന്നായിട്ട് നോക്കിയിട്ട് വേണം പറഞ്ഞിട്ടുണ്ട്.